വെറും പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, യാഥാർത്ഥ്യമാണെന്നത് ഓരോരുത്തരും അനുഭവിച്ചറിയുന്ന കാലഘട്ടം കൂടിയാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന തദ്ദേശ ദിനാചരണത്തിന്റെ സമാപന സമ്മേളനം മാങ്ങാട്ടുപറമ്പ് KAP ബറ്റാലിയൻ മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇത്തവണത്തെ തദ്ദേശ ദിനാഘോഷം വലിയ അഭിമാനത്തോടെയാണ് നാം എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നത്. വലിയ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അതിന് കാരണം നമ്മുടെ നാട് കഴിഞ്ഞ നവംബർ 1 അതിദാരിദ്ര്യമുക്തമായി. ഈ അതിദാരിദ്ര്യമുക്തമാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ്. കൈമെയ് മറന്നുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനമാണ് ആ പദ്ധതി പൂർണ്ണ വിജയത്തിലേക്ക് എത്തിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കുന്നതിനായി രൂപം നൽകിയ K-സ്മാർട്ടിലൂടെ അപേക്ഷ ലഭിച്ച് 1 മണിക്കൂറിനകം തീർപ്പാക്കിയ ഫയലുകൾ എണ്ണമെടുത്താൽ 10 ലക്ഷത്തിലധികം വരും. 1 മിനിറ്റിലധികം നൽകിയ കെട്ടിട നിർമ്മാണ പെർമിറ്റുകളുടെ എണ്ണമെടുത്താൽ 2 ലക്ഷത്തിലധികം വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഡിജി കേരള പദ്ധതിയുടെ 2ാം ഘട്ടത്തിന്റെ ലോഗോ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അധ്യക്ഷത വഹിച്ചു. MP ഗോവിന്ദൻ മാസ്റ്റർ MLA സ്വാഗതം ആശംസിച്ചു. ഡോക്ടർ V ശിവദാസൻ MP, MLA-മാരായ KV സുമേഷ്, M വിജിൻ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി TV അനുപമ, പ്രിൻസിപ്പൽ ഡയറക്ടർ റോജാമിക് ജോർജ്, പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് അർബൻ ഡയറക്ടർ സൂരജ് ഷാജി, ആന്തൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ V സതീദേവി, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബബിത കുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.